നമസ്കാരം. വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചാണ് ഓരോ രാശിക്കാരിലും ധനയോഗം രൂപം കൊള്ളുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ ശുഭകരമായി നിൽക്കുന്നുവോ അതിനനുസരിച്ച് 12 രാശികളിലെയും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. നക്ഷത്രമാറ്റം പരിശോധിച്ചാൽ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതായ രാശിക്കാർ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ രാശിക്കാർക്ക് ദുരിതപൂർണമായ അവസ്ഥകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ദിവസം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. മാർച്ച് 10, 11, 12, 13 എന്നീ 4 ദിവസങ്ങൾ ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി വന്ന് ചേരാവുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിക്കുക, അല്ലെങ്കിൽ ഓം ഹ്രീം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ബിസിനസ് പരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളിലൂടെയും ഇവർക്ക് ഈ ദിവസങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അത് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടാകാം, ബിസിനസ് പരമായ നേട്ടങ്ങളാകാം, തന്ത്രങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ തന്ത്രങ്ങൾ മെനഞ്ഞ് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സിലേക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തിക സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെ കടന്നു വരും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കൂടാതെ സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കുടുംബ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാനുള്ള മിടുക്ക് നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും വന്നു ചേരാം. ശുഭവാർത്തകൾ പോലും തേടിയെത്താവുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യവും നിസ്സംശയം പറയാം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കുന്നതാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ പല മാർഗങ്ങളും ഇവർക്ക് മുൻപിൽ തെളിയുന്നതാണ്. ശരിയായ വിധത്തിൽ കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും അകറ്റിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ അകറ്റുവാനുള്ള മാർഗങ്ങൾ ഇവർക്ക് മുൻപിൽ തെളിയാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള പണം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ശുഭവാർത്തകൾ തേടിയെത്താം. സാമ്പത്തിക പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ ഉയർച്ച, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിച്ച് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുവാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടാൽ മാത്രം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. മനസ്സ് ഒന്നിലും ഉറച്ചു നിൽക്കാനാകാത്തതായ സാഹചര്യം വന്നു ചേരും. അത് മാറ്റേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കേണ്ടത് അനിവാര്യമായി തീരും. പൊതുവിൽ ഈ സമയം അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കാവുന്ന സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ അനവധിയാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും. കഷ്ടകാലം ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകുന്നു എങ്കിൽ പോലും അത് ഒഴിഞ്ഞു നിൽക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പമൊരു നിയന്ത്രണം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഈ സമയം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ. എന്നാൽ പലപ്പോഴും ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാകാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം ഈ സമയം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സാധിക്കും. ശരിയായ കാര്യങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നേട്ടങ്ങളിൽ എത്തുവാൻ സാധിക്കുന്നതായ ബിസിനസ് പരമായ കാര്യങ്ങളോ തൊഴിൽപരമായ കാര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സിൽ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ഉയർന്ന ശമ്പളത്തോടെ പുതിയ തൊഴിൽ ലഭിക്കുകയോ താൽക്കാലികമായ തൊഴിൽ ലഭിക്കുകയോ അത്തരം ചില തൊഴിൽ അവസരങ്ങൾ പോലും കണ്ടെത്തുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാവുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. പ്രധാനമായും സാമ്പത്തികപരമായ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദേശത്ത് ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുക. ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പണം നൽകിയിരിക്കുന്നതായ വ്യക്തികൾ നിങ്ങൾക്ക് തിരികെ നൽകുവാനുള്ള അവസരം, അത്തരം കാര്യങ്ങൾ അല്പം നീട്ടി നൽകുന്നതാണ്. സമയം നീട്ടി കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അല്പമെങ്കിലും തിരിച്ചടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിന് സന്തോഷം പകരുന്നതായ ചില പ്രവൃത്തികൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ നിവർത്തിക്കാനുള്ള പണം താൽക്കാലികമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങൾ നിവർത്തിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.